നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സാർ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. സാറ് പറഞ്ഞ മാഡം തീരുമാനം മാറ്റാതിരിക്കില്ല. വേണ്ട ഹരീഷ്, പാർവതിയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുക. അല്ലാതെ എന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പാർവതിയെ ചിട്ടപ്പെടുത്തുകയല്ല വേണ്ടത്. എന്തായാലും എല്ലാം ഉപേക്ഷിച്ചു. ഇനിയും അതേക്കുറിച്ചൊരു ചിന്തയില്ല. പാർവതിക്ക് എവിടെയാണോ സ്വസ്ഥമെന്ന് തോന്നുന്നത് അവിടെ ജീവിക്കുക. പോകാം വിശാൽ സാർ. ഇറങ്ങാം പാർവതി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടേച്ചാ. വിശാൽ മോനെ, നീ എവിടേക്കാടാ പോണേ? സമയദോഷമാണടാ, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അത് നീ തിരിച്ചറിയണോടാ. ദോഷകാലത്ത് പല പരീക്ഷണങ്ങളും ഉണ്ടാവും. അത് മനസ്സിലാക്കി പതറാതെ പിടിച്ചു നിൽക്കുകയാണ് വേണ്ടത്. അല്ലാതെ ആ ഒഴുക്കിനനുസരിച്ച് നീന്താൻ ശ്രമിക്കരുത്. ദോഷകാലം ജീവിതാധ്യാനത്തിന്റെ കാലം കൂടിയാച്ച. ഞാൻ എങ്ങനെയാ മനസ്സിലാക്കിയിരിക്കുന്നത്? ജീവിതത്തിൽ നിന്നും ഇന്നുവരെ ഞാനും പാർവതിയും അറിഞ്ഞതിനേക്കാൾ കൂടുതൽ പാഠങ്ങൾ ഇനിയും ഞങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അതിനുവേണ്ടിയാവും ഇങ്ങനൊരു പരീക്ഷണം. പാർവതി, നിനക്ക് എന്തു പറ്റി പാർവതി? ആകാശം ഇടിഞ്ഞ് താഴെ വന്നാലും രണ്ട് കൈ ഉയർത്തി താങ്ങി നിർത്താൻ പറ്റുമെന്ന് പറയുന്ന തരത്തിൽ ആത്മധൈര്യം ഉള്ളവളല്ലേ നീ? ജീവിതത്തിൽ പലതരത്തിലുള്ള വിഷമഘട്ടങ്ങൾ ഉണ്ടാകുമെന്നും അതിനെയൊക്കെ ചിരിച്ചുകൊണ്ട് നേരിടണമെന്നും എന്നെ പഠിപ്പിച്ചവളല്ലേ നീ? നീ എവിടെയാ തളർന്നു പോയെ? ഞാൻ തളർന്നിട്ടൊന്നുമില്ല ഗാർഗി. മരണം വരെ ഞാൻ ഒന്നിനു മുന്നിലും തളരില്ല. ഇത് പുതിയ ജീവിത വിജയത്തിലേക്കുള്ള യാത്രയാണ്. നീ അത് മനസ്സിലാക്കിയാൽ മതി. പാർവതി, നീ പോയ പിന്നെ എനിക്കിവിടെ ആരോ ഒരു കൂട്ടിന്. എനിക്ക് വലിയ ആശ്വാസമായിരുന്നു നീ. ഗാർഗി, നീ സങ്കടപ്പെടാതിരിക്കാൻ. ഒരു വെളിപ്പാടകലെ ഞാനുണ്ടാവും. നീ ധൈര്യമായിട്ടിരിക്ക. നിനക്ക് എന്താവശ്യം ഉണ്ടായാലും ഞാൻ ഓടിയെത്തും. ഇന്നു മുതൽ ഈ കുടുംബത്തിലെ മഹാറാണി ഞാനാണ്. ഇവിടുത്തെ കോടാനുകോടി സ്വത്തുക്കൾ, ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എല്ലാം എന്റെ കൈവെള്ളയ്ക്കുള്ളിലാണ്. ഇനി ഇവിടെ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും. ഞാൻ നടപ്പിലാക്കും.
അയ്യോ, ഞാൻ എന്തായി കണ്ടത്? ശ്ശോ, എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പാർവതി ഇങ്ങനെ ഇവിടുന്ന് എന്നേക്കുമായി ഇറങ്ങി പോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഈശ്വരാ, പ്രഭാവതി അമ്മ പറഞ്ഞത് സത്യമാവുകയാണല്ലോ. എന്റെ മഹാഭാഗ്യമാണോ ഇത്? അതിന്റെ തുടക്കമാണോ ഞാൻ ഈ കണ്ടത്? ഒരു കാര്യം ഉറപ്പാ, പാർവതി ഇറങ്ങിപ്പോയത് കൊണ്ട് ഇനി അങ്ങോട്ട് എന്റെ സമയം നല്ലത് തന്നെയായിരിക്കും. അതിൽ യാതൊരു സംശയവും ഇല്ല. ഇനി എന്റെ കാര്യങ്ങളിൽ ഇടങ്കോലിടാൻ അവള് വരില്ലല്ലോ. എനിക്കിനി എന്റെ ഇഷ്ടം പോലെ ഇവിടെ ജീവിക്കാം. എന്നെ നിയന്ത്രിക്കാൻ ഇനി ആരും ഇല്ലല്ലോ ഇവിടെ. എന്തായാലും പ്രഭാവതി അമ്മ ആള് പുലി തന്നെ. പറഞ്ഞ വാക്ക് പൊന്നായല്ലോ. ചേച്ചി ഒന്നും വേണ്ടെന്ന് പറഞ്ഞു പോയ സ്ഥിതിക്ക് ഇനി സ്വത്തുക്കൾ ആർക്കുള്ളതാ? എന്റെ കുഞ്ഞിന്. എത്രയും വേഗം ഒരു കുഞ്ഞിനെ പ്രസവിക്കണം. ആ കുഞ്ഞിനുള്ള സ്വത്ത് അപ്പൊ എനിക്കായിരിക്കും. പിന്നെ പല്ലവി കോടാന കോടീശ്വരിയല്ലേ. പല്ലവി, കൊള്ളാം പല്ലവി, നിന്റെ മനസ്സിലിരിപ്പ് നന്നായിട്ടുണ്ട്. സ്വന്തം ചേച്ചി എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയപ്പോ നീ സന്തോഷിക്കുക ചെയ്യുന്നത്. നിന്നെ പൊന്നുപോലെ സ്നേഹിച്ചവളല്ലേടി പാർവതി. അവക്ക് നിന്നെ ജീവനായിരുന്നില്ലേ? നിനക്ക് വേണ്ടി അവൾ എന്തെല്ലാം ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം കഷ്ടപ്പാടുകൾ അനുഭവിച്ചിരിക്കുന്നു. നിന്റെ നന്മയും ഉയർച്ചയെ മാത്രമല്ലേ അവൾ ചിന്തിച്ചിട്ടുള്ളൂ. കൈ വെള്ളയിൽ വെച്ച് അവൾ നിന്നെ കരുതലോടെ പോറ്റിയിട്ടും നീ അതൊക്കെ മറന്നു. ഒരു തരുമ്പെങ്കിലും സ്നേഹം നിനക്ക് അവളോടുണ്ടോ? ഇല്ല. നീ നന്ദി കേട്ടവളാ, വെറും നന്ദി കേട്ടവള്. നിന്നെ ഉള്ളു തുറന്ന് സ്നേഹിച്ചതാ പാർവതിക്ക് പറ്റിയ തെറ്റ്. അവള് പോയതോർത്ത് നീ വേദനിക്കുന്നായിരിക്കും പാർവതി ഇപ്പോഴും കരുതുന്ന. കഷ്ടം, മഹാകഷ്ടം. നിന്നെപ്പോലെ മനുഷ്യത്വം മനസ്സുമില്ലാത്ത ഒരു ജന്മത്തിനോടൊപ്പം വേണമല്ലോ ഞാൻ ശേഷകാലം ജീവിക്കേണ്ടത്. അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ടും അവളെ കുറിച്ചുള്ള പാണം പാട്ട് നിർത്താറായില്ലേ? അവൾ എനിക്ക് വേണ്ടി എന്ത് മലമറിച്ചെന്നാ സാറ് പറയുന്നേ? അവൾ എനിക്ക് വേണ്ടി ഒരു ത്യാഗവും ചെയ്തിട്ടില്ല. അവൾ എന്നെ എങ്ങനെയാ നോക്കിയതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൾ ഈ വീട്ടിലുണ്ടായിരുന്നപ്പോ എനിക്ക് ചെവിതല കേൾക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോഴും എന്നെ കുറ്റം പറയാനല്ലേ അവൾക്ക് നേരമുള്ളൂ. കേട്ട് കേട്ട് ഞാൻ മടുത്തു. അതുകൊണ്ട് അവള് പോയത് തന്നെയാ നല്ലത്. അതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇനിയും ഞാൻ സന്തോഷിക്കും. എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണ്ടെന്ന്. എനിക്ക് ഒരു ഉപദേശവും കേൾക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.